ചാരുകേശിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജയശ്രീ രവീന്ദ്രൻ, പട്ടാമ്പി. മലബാർ പ്രദേശങ്ങളിലെ, അതായത് മലപ്പുറം അങ്ങോട്ടുള്ള ആ ഭാഗങ്ങളിലേക്ക് നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ കലിയന് കൊടുക്കലെന്ന്. അത് കർക്കിടക മാസത്തിലെ 1-ാം തീയതിയാണ് ഈ കലിയന് കൊടുക്കുക. അത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. തെക്കൻ ദിക്കുകളിലെ ഈ ചേട്ടെ കളയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഈ കലിയന് കൊടുക്കുന്ന ഈ ഭാഗങ്ങളില് അത് പതിവില്ല. കാരണം ഈ ചേട്ടെ കളയുന്നത് എപ്പോഴും സംക്രാന്തി നാളാണ് ഈ ചേട്ടക്കളയില്. എന്നിട്ട് ശ്രീ ഭഗവതിയെ കുടിവെക്കൽ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കർക്കിടകം 1-ാം തീയതിയാണ് ഈ കലിയന് കൊടുക്കുക. കർക്കിടക സംക്രാന്തിക്ക് എങ്ങനെയാ വെച്ചാൽ ഈ വീടും പരിസരവും ഒക്കെ നല്ലോണം അടിച്ച് തളിച്ച് വൃത്തിയാക്കി എല്ലാം വെടുപ്പാക്കി വെക്കും. എന്നിട്ട് രാവിലെ ശിവപൂതി വെക്കും. അന്ന് ഉച്ചയ്ക്ക് സദ്യകളൊക്കെ ഒരുക്കിയിട്ട് വൈകുന്നേരം കലിയന് കൊടുക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഇവിടെ കാണാം. പുഷ്പ മഹാത്മ്യത്തെ അറിഞ്ഞിടണം. ആദ്യ പുഷ്പം കറുവയ്ക്ക് ആദിത്യനാം ദേവനല്ലോ. രണ്ടാമതായി കൃഷ്ണക്രാന്തി കൊണ്ടൽ വർണ്ണനും. പിന്നെയല്ലോ തിരുതാളി ദേവതയം ലക്ഷ്മി. നാലാമതായി നാൻമൂഢന്റെ കുരുന്നിലയും കുരുന്നിലയും. ഈ കർക്കിടകം 1-ാം തീയതി ഇവിടങ്ങളിലൊക്കെ ഗംഭീര ഒരു സദ്യ തന്നെ ഒരുക്കും. അത് എന്തിനാന്ന് വെച്ചാൽ കലിയന് കൊടുക്കാനാണ് ഈ സദ്യ. വിളക്ക് വെച്ച് ഇല വെച്ച് ആദ്യം ഈ കലിയന് വിളമ്പി കൊടുക്കും. അതിൽ പ്രധാന ഒരു ഐറ്റമാണ് ചക്ക കൊണ്ടുള്ള വിഭവം. അത് ചക്ക, അധികവും ചക്ക എലിശ്ശേരിയാണ് ഇവിടങ്ങളിലൊക്കെ, എന്റെ എല്ലാത്തൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ മുക്കിടി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കലിയന് കൊടുക്കാനും ഒരു ചിരട്ടയിൽ ഇത് വെക്കും. മുക്കിടി എന്താണെന്ന് വെച്ചാൽ രോഗശമനത്തിനുള്ള ഒരു മരുന്നാണല്ലോ. അപ്പൊ അതും ഇതില് വെക്കും. അങ്ങനെ കാളനോല് എല്ലാം ആയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സദ്യ, പപ്പടമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സദ്യ ഒരുക്കി നമ്മൾ തയ്യാറാവും. അതാണ് വൈകുന്നേരം കലിയന് കൊടുക്കുക. വൈകുന്നേരമാണ് ഈ കലിയന് കൊടുക്കൽ എന്നുള്ള ചടങ്ങ് നടക്കുന്നത്. അതിനെന്താ വെച്ചാൽ പിന്നെ തൊഴുത്തൊക്കെ നമ്മൾ ഈ വാഴയുടെ പോളയുണ്ടൊക്കെ ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ കാള, മൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പിന്നെ ഈ തൊഴുത്തിൽ വെച്ചിട്ട് നല്ല എല്ലാം പിന്നെ ഈ വാഴയുടെ ഇതുകൊണ്ടാണ് ഉണ്ടാക്കുക. പിന്നെ ഏണി, കോണി എല്ലാം ഉണ്ടാക്കും. എന്നിട്ട് അതൊക്കെ പിടിച്ച് അതാണ് അവിടെ സന്ധ്യാസമയത്ത് അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഈ അതേപോലെ ചൂലുകള്, വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങള്, എന്താ ചീത്ത സാധനങ്ങളൊക്കെ, അത് ഈ ചേട്ടക്കളയുന്നത് പോലെ തന്നെയാണ് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട്. എന്നിട്ട് ഇവര് പറയണത് എന്താ വെച്ചാൽ ഈ ചക്കയും ചോറും തിന്നേക്കെ വിത്തും വല്ലിയും തന്നേക്കെ. അത് വിത്തും വല്ലി, അതായത് ഈ കാർഷിക ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കലിയന് കൊടുക്കുക. കാരണം ഇത് ശരിക്കും ഈ കലിയൻ എന്നുള്ള ഒരു സങ്കല്പം ശരിക്കും ഈ ഉർവര ഭൂമിയുടെ ഒരു ദേവത തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കലിയന് കൊടുക്കല്, അതിന് ആ ദേവന്റെ പ്രസാദം നമുക്ക് ഉണ്ടായാലേ വിത്തും വല്യൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിട്ട് നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുള്ളൂ എന്നുള്ള ഒരു സങ്കല്പമായിരിക്കാം ഇത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ചക്കീഞ്ഞോറും നിന്നേ ചോയ്ക്കോ, വിത്തും വന്നേ ചോയ്ക്കോ. ഏടിയും കൂടെ കേറി കോടിയും കൂടെ ഞാൻ കലിയോ. ചക്കീഞ്ഞോറും നിന്നേ ചോയ്ക്കോ, വിത്തും വന്നേ ചോയ്ക്കോ. ഏടിയും കൂടെ കേറി കോടിയും കൂടെ
കരയോ ഊ ഊ ഊ കരയോ ചക്കയും ചോറും തിന്നേ ചോദിക്കോ വിത്തും വലയും തന്നേ ചോദിക്കോ ഏരിയും കൂടെ കേറി കരയോ കരയോ ഈ കലിയന്നെ കൊടുക്കണേന്റെ ഏകദേശം ഒരു രൂപമാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇതൊക്കെ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ചില ചടങ്ങുകളാണ്. അപ്പൊ അതൊന്നും കാണിക്കാന്ന് വിചാരിച്ചെന്ന് മാത്രം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം.